മക്കൾക്കും നമ്മുടെ എക്സാം തകർത്തല്ലേ മിസ്? വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു. മിസ്സുമാര് പറഞ്ഞത് മാത്രമേ എക്സാമിന് വന്നിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻസ് അതുപോലെയൊക്കെ വന്നിട്ടുണ്ടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഏതെങ്കിലും മക്കൾക്ക് ഇനിയിപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ എഴുതിയത് ശരിയാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് കോംപ്രഹെൻഷൻ ആണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ മിസ്? ഏതെങ്കിലും ഒരു പാസേജ് അൺനോൺ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പാസേജോ തരും. സോ അതിന് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ മക്കളെ ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഇത് വായിക്കണോ ആൻഡ് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം അല്ലെ? പക്ഷെ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വായിച്ചിട്ട് അപ്പൊ ഫസ്റ്റ് പാസേജ് വായിക്കാം. Read the following story and answer the questions. One Sunday afternoon, Mahesh, a 10-year-old boy, went out to play with his friends. He played until sunset. It is too late. I have to go home, Mahesh said. It was almost dark. He ran home. Mahesh lost his way. Oh no, where am I? The surroundings were unfamiliar. There was no one around. Mahesh stood upset in the darkness. He remembered what his grandfather had told him. If you are lost, try climbing a tree to see where you are. Soon he found a tall tree. He quickly climbed up and looked around. He noticed a small light flickering at a distance. Climbing down, he hurried towards the light. It was a little shop. What do you want? The shopkeeper asked. I lost my way. I need to call my dad, Mahesh replied in a trembling voice. Here's the phone, said the shopkeeper. Thank you, uncle, said Mahesh. Mahesh called his father and told the matter. Then he waited there for his father's arrival. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ? നിങ്ങളെ പോലെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോ ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തെറ്റി പോവാണ് ചെയ്തിട്ടുള്ളത്, കളിക്കാൻ പോയതാണ് ആള്, പക്ഷെ തിരിച്ചു വരുമ്പോ വഴി തെറ്റിപ്പോയി അല്ലെ? സോ നിങ്ങളെല്ലാരും പിന്നല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. ബൈ ഹാർട്ട് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്നിട്ട് എനിക്ക് അറിയാം മിസ് കമന്റ് ചെയ്യണ്ട. എനിക്ക് പേരന്റ്സിന്റെ നമ്പർ അറിയാമെന്ന് കമന്റ്, കാരണം എല്ലാരും ഒന്നും നമ്പർ ഒന്നും പഠിച്ചു വെക്കില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഇതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാ, ആദ്യം അച്ഛനും അമ്മനെ വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു മൊബൈൽ ഫോൺ, ഒരു കോയിൻ ബോക്സ് എന്നാണെങ്കിലും വിളിക്കണമെങ്കിൽ നമ്പർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഈ ഒരു കാലത്ത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. റെഡി? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൺ സൺഡേ ആഫ്റ്റർനൂൺ മഹേഷ് വെന്റ് ടു, എവിടേക്കാണോ പോയത്? എഴുതിയിട്ടുണ്ടാ. വൺ സൺഡേ ആഫ്റ്റർനൂൺ മഹേഷ് went out to play with his friends. സോ എത്ര പേർക്ക് അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാ? ഒന്ന് കമന്റ് ചെയ്യണേ. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആൻസർ ഇല്ലേ മിസ്സേ? ഞാൻ യെസ്, ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് അല്ലെ? ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനാണ് പോയിട്ടുള്ളത്. വൈ വാസ് മഹേഷ് അപ്സെറ്റ്? എന്തുകൊണ്ടാണ് മഹേഷ് അപ്സെറ്റ് ആയത്? കീവേഡ് നോക്കുക, അപ്സെറ്റ് എന്നുള്ള വേർഡ് എവിടെയാണ് ഉള്ളത് നോക്കുക. എവിടെയാണ് അപ്സെറ്റ് ഉള്ളത്? അപ്സെറ്റ് ഇൻ ദി ഡാർക്ക്നെസ്. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് നോക്കിക്കേ. There was no one around and Mahesh stood upset in the darkness. അപ്പൊ എന്താണ് അവിടെ അപ്സെറ്റ് എന്നുള്ള കീവേഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ചുറ്റും ആരുമില്ല, ആ ഒരു ഡാർക്ക്നെസ്സും കൂടി ആയതുകൊണ്ടാണ് മഹേഷിന് അപ്സെറ്റ് ആയത് അല്ലെങ്കിൽ സാഡ് ആയത് അല്ലെ? ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അതിന്റെ കൂടെ ഇനി ആരെങ്കിലും മഹേഷ് ലോസ്റ്റ് ഹിസ് വേ എന്ന് എഴുതിയ അതും ശരി തന്നെയാണ് കേട്ടോ. കാരണം മഹേഷ് വഴി തെറ്റിപ്പോയി എന്നുള്ളത് അതും കറക്റ്റ് ആണ്. ഇതിൽ ഈ എന്താ പറയാ, നമ്മുടെ ഈ ഒരു സ്റ്റുഡ് അപ്സെറ്റ് ഇൻ ദ ഡാർക്ക്നെസ് അത് എഴുതി, രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ആൻസർ സെയിം തന്നെയാണ് വരിക. ഓക്കെ, സോ അതും ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത് നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ്. ആകെ പോയിരിക്കണം. ഷൈനിങ് അൺസ്റ്റഡിലി എന്ന് വെച്ചാൽ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നതിന് എന്താണ് പറയാ? ബൾബുകൾ മിന്നി മിന്നി പറയില്ലേ കത്തുമ്പോൾ? അതെ, ആ മിന്നി മിന്നി കത്തുന്നതിന് എന്താ പറയാ? ഷൈനിങ് അൺസ്റ്റഡിലി, സ്ഥിരതയില്ലാതെ ഇങ്ങനെ കളിക്കുന്നതിനെയാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഫ്ലിക്കറിംഗ് നമ്മൾ പറയാം. ഓക്കെ, ഫ്ലിക്കറിംഗ് എന്നുള്ള വേർഡ് ഇവിടെ ഉണ്ടല്ലോ. ഫ്ലിക്കറിംഗ് അറ്റ് ദ ഡിസ്റ്റൻസ് അല്ലെ? സ്മോൾ ലൈറ്റ്. അപ്പൊ നോക്കിയാൽ മതി എന്താണടാ മിന്ന, എന്താണ് ലൈറ്റ് ചെയ്യാ? ലൈറ്റ് ആയിരിക്കൂലേ? അപ്പൊ ലൈറ്റ് വരുന്നതിന്റെ അവിടെ ഏതാണോ വേർഡ് ഉള്ളത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അത് ഫ്ലിക്കറിംഗ് ആണ് കേട്ടോ മക്കളെ. ആ വേർഡ് ഫ്ലിക്കറിംഗ്. മറ്റൊരു Okay, flickering. And if you are lost, try climbing to tree to see where you are. Who said this? ആരാണ് ഇത് പറഞ്ഞത്? യെസ്, നമ്മുടെ ഗ്രാൻഡ്ഫാദർ ആണ്. And what quality do you find in Mahesh? അത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ് ആ ഒരു ആൻസർ. ചില ആൾക്കാർ അയ്യോ ഇത് എന്താ, കാരണം അതിന്റെയൊക്കെ വേർഡ്സിന്റെ മീനിങ്ങും കൂടെ അറിയാം. കവേർഡ്നെസ് എന്താന്നൊക്കെ വേർഡ്സിന്റെ മീനിങ്ങും കൂടെ അറിയുന്ന ആൾക്കാർക്കേ ഉള്ളൂ ഇത് എന്താ ക്വാളിറ്റി എന്നുള്ളത്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയി വന്നിട്ടുണ്ടാവും മക്കൾ. അതിന്റെ ആൻസർ വരെ എ, പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ വരെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. കാരണം നിങ്ങൾ നോക്കി നോക്കടാ, ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് എന്താണ്,
he remembered that his grandfather had told him. അല്ലെ, സോ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. അത് പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസാന്നിധ്യം. ആ ഒരു പെട്ടെന്ന് ഒരു പോയിന്റിൽ ഒരു കാര്യം ഓർമ്മ വരാൻ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. സോ അതിന്റെ കറക്റ്റ് ആൻസർ വരിക പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അപ്പൊ മിസ്സിന് വായിച്ചപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സ്ട്രെങ്ത് ആണോ ഇനി, കാരണം അതും ശരി തന്നെയല്ലേ അല്ലെ, സ്ട്രെങ്ത് ഉണ്ടെങ്കിലല്ലേ ഇതും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കവേർഡ്നെസ്സും ലേസിനെസ്സും അല്ല അല്ലെ, ലേസി ആണെങ്കിൽ അല്ലെങ്കിൽ കവേർഡ് ആണെങ്കിൽ അവൻ ചെയ്യൂല. ഓക്കെ, അപ്പൊ അതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാല്ലേ മിസ് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണടാ ഡയറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഞങ്ങൾക്ക് ഡയറി പറഞ്ഞു തന്നിട്ടില്ലല്ലോ, ഞങ്ങളുടെ വീഡിയോസിലും ലൈവിലൊക്കെ പറഞ്ഞതാണ്. ഈ തോട്ട്സ് റൈറ്റിംഗിനെ തന്നെയാണ് നമ്മൾ ഡയറി ആക്കി മാറ്റാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ഡേറ്റും ആൻഡ് ലാസ്റ്റ് ഒരു ക്ലോസിംഗും കൊടുത്താൽ മതി. അതെ ആ ഒരു എനിക്കൊന്ന് മിസ്സും പറഞ്ഞിട്ടുണ്ടാവും, ഞാനും പറഞ്ഞിട്ടുണ്ട്. തോട്ട്സ് തന്നെ ഈ മിസ് പറഞ്ഞ പോലെ ഒരു ഡയറി പേജ് പോലെ ആക്കി കഴിഞ്ഞാൽ അത് ഡയറി എൻട്രി അത്രേ ഉള്ളൂ. വേറെ വലിയ വ്യത്യാസം ഒന്നും ഡയറിക്ക് വരുന്നില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ആ തോട്ട്സ് എഴുതി ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ആ ഒരു ക്ലോസിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബെഡ്, ഐ ഹോപ്പ് ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലോസിംഗും കൊടുത്താൽ എന്തായി, ഡയറി ആയി. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അടുത്തത് കോൺവെർസേഷൻ ആണ്. എന്തായാലും ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞ കോൺവെർസേഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ രാജയുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരു കോൺവെർസേഷൻ ഉണ്ടാവാന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ തന്നിട്ടുള്ളത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ. അപ്പൊ മിസ് ഗ്രാൻഡ് ഫാദറും അങ്കിളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെ ഇവര് തമ്മിലാക്കി എഴുതിയാൽ മതി. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്, സെയിം സിറ്റുവേഷൻ ആണ്. സോ എന്ത് ചെയ്യാം, കോൺവെർസേഷൻ നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പൊ ഇവര് രാജേനെ കാണാതിരിക്കുന്ന സമയത്താണ് ഇവര് കോൺവെർസേഷൻ നടക്കുന്നത്. സോ വേർ ഈസ് രാജ അല്ലെ, സോ വെറീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വറീസ് ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അങ്കിളുടെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. റെഡി, വളരെ സിമ്പിൾ ആണ്. ആൻഡ് അടുത്ത നോക്കിക്കേ, സിൻഡ്രല്ലയുടെ ഇൻവിറ്റേഷൻ കാർഡാണ്. സോ ഇൻവിറ്റേഷൻ കാർഡും മിസ് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. വളരെ സിമ്പിൾ ആണല്ലേ, ഒരു ബോക്സ് വരയ്ക്കാൻ നിർബന്ധമാണ്. ആൻഡ് ഹെഡിങ് കൊടുക്കുക. എന്തിനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, മാരേജ് ആണ് അല്ലെ. സോ മാരേജ് സെറമണിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാവരും കല്യാണ കത്തുകളൊക്കെ വീട്ടിൽ വെഡിങ് ഇൻവിറ്റേഷൻ പിക്ചർ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വെഡിങ് ഇൻവിറ്റേഷൻ നമ്മൾ എല്ലാവരും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ആ വെഡിങ് ഇൻവിറ്റേഷൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ ഏകദേശം എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഉള്ള കത്തിൽ ഇവിടെ മറ്റേ ഇതുപോലെ പേരും നമ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഹെഡിങ് എഴുതുക, ആൻഡ് എവിടെയാണ്, എന്താണ്, എപ്പോഴാണ് നടന്നത് എന്ന് എഴുതുക. ആൻഡ് വി ആർ കോർഡിയലി ഇൻവൈറ്റിംഗ് യു ഓൾ ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം എന്ന് കൂടി ലാസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതൊരു ഇൻവിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഇൻവിറ്റേഷൻ കാർഡും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ആൻഡ് അടുത്തത് റീഅറേഞ്ച് ദ ഇവന്റ്സ് ആണ്. മിസ് ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് ഒരു റീഅറേഞ്ച് ദ ഇവന്റ്സ് വന്നാൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിൻഡ്രല്ലയുടെ ആ ഒരു സ്റ്റോറിന്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ രാജയുടെ സ്റ്റോറിന്റെ അകത്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങാനും ഇവന്റ്സ് ഒന്ന് നിങ്ങൾ അത് വായിച്ചിട്ട് പോകണം, ഇവന്റ്സ് റീഅറേഞ്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളത്. ഇത് നമുക്ക് അതൊന്നുമല്ല, ഇവർ തന്നെ ഒരു പുതിയൊരു സ്റ്റോറി നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. സോ നിങ്ങൾ അത് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. നോക്കടാ, ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ അത് വായിക്കുന്ന സമയത്ത് ആദ്യം റീഅറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ടോം ലവ്ഡ് റീഡിംഗ് ബുക്സ് മോർ ദാൻ എനിത്തിങ് എൽസ്. ടോം എന്ന് പറയുന്ന ഒരു പയ്യൻ. സോ അവൻ എന്താണ്, റീഡിംഗ് ബുക്സ് മോർ ദാൻ എനിത്തിങ് എൽസ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, ആദ്യത്തേത് വരാം. ഇനി രണ്ടാമത്തത് വരെ ഏതാ മക്കളെ? യെസ്, വൺ ഡേ he realized that he lost one of his favorite books. ഓർഡർ മിസ് ചെയ്ത് പറഞ്ഞെടുത്തു. ഇതാണ് കേട്ടോ, ഇതിപ്പം 1 2 3 4 നാലാമത്തതാണ് മക്കളെ 2 എന്ന് പറഞ്ഞു വരാം കേട്ടോ. രണ്ടാമത്തതായിട്ട് വരാം. ഇത് 1. യെസ്, ഇതാണ് 1 വരാം. ഓക്കെ, അപ്പൊ 6th ഓപ്ഷൻ ആണ് എന്ത് വരാ, 1 വരാം. അപ്പൊ അവിടെ 6th ഓപ്ഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് വരാം. അങ്ങനെ മിസ് ഇവിടെ ഓർഡറിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ആണ് സെക്കൻഡ് ആയിട്ട് വരാം. ഓക്കെ, അടുത്ത നോക്കി, തേർഡ് ആണ് എന്ത് വരാ, തേർഡ് ആണ് അവിടെ, തേർഡ് തന്നെയാണ്. ഫോർത്ത് വരുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വരാം. സോറി നീ എന്നെ എഴുതിക്കോതെ നല്ലത്, മിസ് എന്നെ എഴുതിക്കോട്ടെ. ഓക്കെ, യെസ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ മിസ് പറഞ്ഞു 4 ആണ് വരാ. തേർഡ് ഓപ്ഷൻ 3 തന്നെയാണ്. ഇത് 4 ആണ്. അടുത്തത് 5 തന്നെയാണ്. പിന്നെ ലാസ്റ്റത്തത് 6 ആണ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ. നമുക്ക് 6ഉം 1ഉം തിരിച്ചിട്ട് 2 3 4 5 കറക്റ്റ് ഓർഡർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ. ഒന്ന് വായിച്ചു കൊടുത്തത്. സോ മക്കൾ ഇതിങ്ങനെ ഫസ്റ്റ് വരുന്നത് എന്താണ്, ആദ്യം വരുന്നത് Tom loved reading books more than anything else. Then one day he realized that he had lost one of his favorite books. Feeling sad and worried, he asked all his friends if they had seen his book. Tom and his friends searched everywhere but did not find it. Fortunately, Tom's friend Mia found the book in the school library.
Tom felt immense relief and he thanked Mia. ഇതാണ് അതിന്റെ ഓർഡർ കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താണ്? എഡിറ്റിംഗ് ആണ് അല്ലെ. ഉറപ്പായിട്ടും എഡിറ്റിംഗ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ എഡിറ്റിംഗ് ആണ്. അപ്പൊ ആൻസർ മിസ് പറഞ്ഞുതരും. യെസ്, അതും മിസ്സും ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു എഡിറ്റിംഗ് വരും. അത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള എഡിറ്റിംഗ്. അത് അതേപോലെ തന്നെ എനിക്കൊന്ന് ഈ 2 ലൈവ് കണ്ട ആൾക്കാർക്ക് ഇതും വളരെ ഈസി ആയിരിക്കും കേട്ടോ. നോക്ക് മക്കളെ, അപ്പു ഫോളോഡ് ഹെർ സിസ്റ്റർ ഔട്ട് ഓഫ് ദി വാച്ച് ദി കൗ ബീങ് മിൽക്ക്ഡ്. അപ്പൊ അപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അതൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അപ്പു ആരാണടാ? ബോയ് ആണോ ഗേൾ ആണോ മിസ്സേ? ബോയ് ആണ്. അപ്പു ബോയ് ആണ്. സോ ബോയിന് നമ്മൾ ഒരിക്കലും ഹെർ എന്ന് പറയില്ലടാ. പറയോടാ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? അപ്പു ഫോളോഡ് ഹിസ് ആണ് കേട്ടോ. അത് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പു ഫോളോഡ് ഹിസ് sister out to watch the cow being milked. As soon as he stepped, നിങ്ങൾ നോക്ക് മക്കളെ, ആ സ്റ്റെപ്ഡിന്റെ അകത്ത് സ്റ്റെപ്ഡിന്റെ സ്പെല്ലിംഗ് മിസ് പറഞ്ഞായിരുന്നു ടെക്സ്റ്റ് വായിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ടെക്സ്റ്റിന്റെ അകത്തുള്ള സെയിം ഒരു സെന്റൻസ് ആണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആ സ്റ്റെപ്ഡ് എന്നുള്ളതിന് മക്കളെ ഒരു പിയും കൂടെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കും കിട്ടി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലേ അവിടെ. യെസ്, അതെ. പിന്നെ ഇൻ ടു ദ കോർട്ട്യാർഡ് ദുർഗ. ഇതന്നെ ദുർഗയുടെ പേര് തന്നെ കൃത്യമായി. അപ്പൊ എനിക്കൊന്ന് ആരൊക്കെ കമന്റ് ഒക്കെ ചെയ്യണ്ടത് ദുർഗനെ കുറിച്ചിട്ട്. സോ ആ ഡി ഇതേ സെയിം തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ ഡി ക്യാപിറ്റൽ ആക്കുക മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. ദുർഗ എന്നുള്ളത് ഇങ്ങനെ എഴുതാം. അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പേര് അതേപോലെ സ്ഥലമാണെന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ യൂസ് ചെയ്യണം. ഇന്ത്യ, ഡൽഹി, കാനഡ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? യെസ്. സോ അതും നമ്മൾ പറഞ്ഞടാ. ദെൻ ലാൻഡഡ് ഹിം ആൻഡ് എന്താ പറയാ, സ്മാർട്ട് ബ്ലോ എന്നല്ല, ആൻ അല്ല അവിടെ എന്താ വരിക, ആർട്ടിക്കിള് ആന് മാറിയിട്ട് അത് എ ആവും കേട്ടോ. ആൻ എപ്പോഴാണ് വരിക? വവൽ സൗണ്ടിന്റെ മുന്നിലാവുമ്പോഴാണ്. ഇവിടെ കോൺസണന്റ് സൗണ്ട് അല്ലെ, സ് എന്നുള്ളത് കോൺസണന്റ് സൗണ്ട് ആവുമ്പോ അതിന്റെ മുന്നിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. സോ അവിടെ യെസ് എ ആണ് കേട്ടോ. ദെൻ സ്മാർട്ട് ബ്ലോ ടു ഹിസ് ബാക്ക്. ടു ഹിസ് ബാക്ക് അല്ല മക്കളെ, അത് അവന്റെ പുറത്ത് അല്ലെ, അവന്റെ ആ ഒരു ബാക്കിൽ മുതുകത്ത് അടിച്ചു എന്നുള്ളതാണ്. സോ അവന്റെ സർഫസിൽ, ആ പുറത്ത് ആ സർഫസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് അവിടെ ടു അല്ല, അത് ഓൺ ആണ് കേട്ടോ വരിക. അതെന്താണ്? അത് ഓൺ ആണ് കേട്ടോ വരിക. സോ അതാണ് അതിന്റെ ആൻസേഴ്സ്. ഇനി ഏതാ? ഇനി മക്കളെ ചിലപ്പം നിങ്ങള് ഇവിടത്തോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. എന്നാലും ഇല്ല ആരും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ അങ്ങനെ പണ്ടൊക്കെ അതെ, ഞാനും ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്ര വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ഒന്നാമത് എന്താ അറിയോ, എഡിറ്റിംഗ് ആണ് എപ്പോഴും നമ്മള് വിചാരിക്കും എഡിറ്റിംഗിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, അതിന്റെ 6 ആക്ടിവിറ്റി ആണല്ലോ എക്സാം വിചാരിച്ച് നമ്മൾ പോവുകയും ചെയ്യും. പുറത്തിറങ്ങിയിട്ട് ക്വസ്റ്റ്യൻ കൂടി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാരും എഴുതിയിട്ടില്ലടാ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം. ആരെങ്കിലും ഇൻ കേസ് നിങ്ങൾ എക്സാമിന് ഇത് എഴുതാൻ വിട്ടുപോയിട്ട് അതൊന്ന് കമന്റ് ചെയ്യണം. ഇത് മിസ് എനിക്കൊന്നും ഇന്നലെ രാത്രിത്തെ ലൈവിലും ഇന്ന് രാവിലത്തെ ലൈവിലും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അത് ആ 2 ലൈവ് കണ്ട ആൾക്കാർക്ക് ഒരു സംശയമില്ലാണ്ട് ഒരേപോലെ എഴുതി വെക്കാം. അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. സിൻഡ്രല്ല somehow managed to reach home after the ball. She couldn't believe the incidents that happened at night. Prepare the thoughts of Cinderella. Cinderella ബോളിന് പോയി വന്നതിന് ശേഷം മിസ് പറഞ്ഞില്ലായിരുന്നോ ആ ഒരു പ്രിൻസ് I danced with the prince like a princess എന്നൊക്കെ പറഞ്ഞ് മിസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ എന്താണ്, ഇനിയും പ്രിൻസ് എന്നെ കാണാൻ വരുമായിരിക്കും അല്ലെ, പ്രിൻസ് എന്നെ എങ്ങനെയെങ്കിലും ഫൈൻഡ് ചെയ്യണം എന്നുള്ള അവളുടെ പ്രാർത്ഥനയും അല്ലെ, ഞാൻ എങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളതും ഫെയറി ഗോഡ് മദറിന്റെ ആ ഒരു ഹെൽപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെയിം സാധനം ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ തോട്ട്സും എന്താണ്, സെറ്റ് തന്നെയാണ്, സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഉള്ളൂ. അപ്പൊ ഇത് എന്തായാലും ഇവർക്ക് ഫുൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഓക്കെ, ഇവർക്ക് എ ഗ്രേഡ് ആണല്ലോ അല്ലെ. സോ എ ഗ്രേഡ് കിട്ടാനുള്ളത് ഉറപ്പാണ്. ആൻഡ് ഇത് എന്തായാലും എല്ലാരും എഴുതിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. സാധാരണ ഉള്ള അത്ര എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ആക്കണം ഒന്നും വന്നിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എക്സാം ഈസി ആണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇതൊക്കെ അല്ലേ, നിങ്ങൾക്ക് എക്സാം ഈസി ആയിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. താഴെ ഒന്ന് വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈസി ആയൊരു ഈസി എന്ന് പറയാം, അല്ലെങ്കിൽ ടഫ് ആയൊരു ടഫാന്ന് പറയാം. ഞങ്ങൾക്ക് അറിയാലോ അല്ലെ എന്തായിരുന്നു എക്സാം ആയിരിക്കില്ല. ഇനിയിപ്പോ 1-2 മാർക്ക് പോയി, ഇപ്പൊ മിക്കവാറും നിങ്ങൾക്ക് മാർക്ക് പോവാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ കുറെ കൺഫ്യൂഷൻ വരാനുള്ള. അങ്ങനെ 1-2 മാർക്ക് പോയാലും നിങ്ങൾ കാര്യമാക്കണ്ട. എന്തായാലും ഗ്രേഡ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അടുത്ത എക്സാമിന് നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം, സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എല്ലാം സെറ്റ് ആണ്. ക്ലാസ് 6ന്റെ ഇംഗ്ലീഷിന്റെ
ഇംഗ്ലീഷിന്റെ എക്സാം ഇതോടുകൂടി അവസാനിയാണ്. മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് എല്ലാം അതേപോലെ തന്നെ കിട്ടും കേട്ടോ. സോ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്ന് ബേസിക് സയൻസിന്റെ ലൈവ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നാളെ ബേസിക് സയൻസ് എക്സാം ആണ്. അതിനും കൂടി എല്ലാവർക്കും ഓണം വെക്കേഷൻ ആണ് അല്ലെ. എല്ലാവരും അടിച്ചു പൊളിക്കണം. ഓണം വെക്കേഷൻ ഒക്കെ അതെ അതെ അതെ, ഞങ്ങളുടെ വക എല്ലാവർക്കും നല്ലൊരു ഓണം വിഷ് ചെയ്യാനാണ്. ഒഫീഷ്യലി നമ്മളെ ഇംഗ്ലീഷ് എക്സാമും കൂടി മൊത്തത്തിൽ കേട്ടോ, ഇപ്പൊ 4th സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള ഇംഗ്ലീഷ് എക്സാം ഇന്നായിരുന്നു. അപ്പൊ അതും ഞങ്ങളും ഇതും നമ്മൾ ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സ്റ്റേ സേഫ് അല്ലേ. യെസ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും കൂടെ ഹാപ്പി ഓണം. ബൈ.